ദശക 66 ശ്ലോകം 2. ഗഗനഗതം മുനിനിവഹം ശ്രാവയിദം ജഗിധ കുലവധൂധർമ്മം ധർമ്മ്യം ഖലു ദേവചനം കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസ്യം. ഗഗനഗതം മുനിനിവഹം ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിധ കുലവധൂധർമ്മം ശ്രാവയിതും ജഗിധ കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിധ കുലവധൂധർമ്മം ധർമ്മ്യം ഖലു തേ വചനം കർമ്മ തു നോ നിർമ്മലസ്യ വിശ്വാസ്യം. ശ്ലോകം 2 അന്വയവും അർത്ഥവും. ഇതിൽ ഭഗവാൻ എന്തിനായിട്ടാണ് എതിരു പറയുവാൻ ഒരുങ്ങി എന്ന് ഭട്ടതിരിപ്പാട് ഭാവന ചെയ്യുകയാണ്. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ത്വം കുലവധൂധർമ്മം ജഗിധ തേ വചനം ധർമ്മ്യം ഖലു നിർമ്മലസ്യ കർമ്മ തു നോ വിശ്വാസ്യം. ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം. ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും, ഈ ആകാശത്ത് കാത്തു നിന്നിരുന്ന മഹർഷിമാരെ കേൾപ്പിക്കുവാനായി നിന്തിരുവടി കുലവധൂധർമ്മം ജഗിധ, കുലവധുക്കളുടെ ധർമ്മത്തെപ്പറ്റി ഭംഗിയായിട്ട് പറഞ്ഞു. തേ വചനം ധർമ്മ്യം ഖലു, തേ നിന്തിരുവടി, ആ തേ വചനം നിന്തിരുവടിയുടെ വാക്ക് അല്ലെ വചനം ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തത് തന്നെ. അതാണ് ഖലു എന്ന് പറഞ്ഞാൽ തെറ്റാത്തത് തന്നെ, തീർച്ചയാണ്. നിന്തിരുവടിയുടെ വാക്ക് ധർമ്മത്തിൽ നിന്ന് തെറ്റാത്തത് തന്നെയാണ്. നിർമ്മലസ്യ കർമ്മതു നോ വിശ്വാസ്യം, പക്ഷേ അവിടുന്ന് നിഷ്കളനാകയാൽ അവിടുത്തെ പ്രവൃത്തിയാകട്ടെ വിശ്വസിപ്പാൻ തക്കതല്ല. എന്നുവെച്ചാൽ ഈ ധർമ്മപ്രചാരകന്മാരായിട്ടുള്ള ഋഷിമാരെ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയാണ് ഭഗവാൻ കുലവധുക്കളുടെ ധർമ്മം വിശദമായിട്ട് ഉപദേശിച്ചത്. അപ്പോൾ ഭഗവാന്റെ വചനമാണ് ധർമ്മപ്രമാണം. അപ്പോൾ പ്രവൃത്തികളാണെങ്കിൽ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ സാധിക്കുന്നതുമല്ല. കാരണം അവിടുന്ന് സർവഥാ നിർമ്മലനാണ് എന്നുള്ളത് തന്നെ. അപ്പോൾ ഇത് നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിശേഷിച്ചും ഈ രാസക്രീഡാദി കർമ്മങ്ങളെ കണ്ണടച്ച് വിമർശിക്കുന്നവർ നന്നായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഈ കുലവധുക്കളുടെ ധർമ്മം എന്താണ് എന്നുള്ളത് ഭഗവാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ പതിവ്രതകളുടെ ധർമ്മം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭർതൃശുശ്രൂഷണം സ്ത്രീണാം പരോധർമ്മോ ഹ്യമായയ തദ്ബന്ധൂനാം ച കല്യാണഃ പ്രജാനാം ചാനുപോഷണം. ഭർതൃഹു ശുശ്രൂഷണം, ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കണം. അതാണ് സ്ത്രീണാം പരോധർമ്മ, ആ പരമമായ ധർമ്മം. ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കണമെന്നുള്ളതാണ് സ്ത്രീകളുടെ പരമമായ ധർമ്മം. ഹി അമായയ, അതിന് യാതൊരു കളങ്കവുമില്ല. ഭർത്താവിനെ മാത്രം ശുശ്രൂഷിച്ചാൽ പോരാ, തത് ബന്ധൂനാം ച, ആ വിവാഹം കഴിഞ്ഞാൽ സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിലേക്കായി. അപ്പോൾ അതുകൊണ്ടാണ് ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ നോക്കണമെന്ന് പറയുന്നത്. കല്യാണഹ എന്ന് വെച്ചാൽ കല്യാണിമാർ, മംഗളസ്വരൂപികൾ. പിന്നോ പ്രജാനാം അനുപോഷണം, പിന്നെ ഉണ്ടാകുന്ന കുട്ടികളെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകും. അപ്പോൾ ആ ഉണ്ടാകുന്ന കുട്ടികളെ നന്നായിട്ട് നോക്കി വളർത്തുകയും വേണം. അപ്പോൾ ഈ കുട്ടികളെ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അമ്മയുടെ ജോലിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മുലപ്പാലിലൂടെ ആദ്യം അവർക്ക് ഏറ്റവും നല്ല പോഷണം നൽകുന്നു. അതിനോടൊപ്പം ആധ്യാത്മിക ജ്ഞാനവും അമ്മയാണ് നൽകേണ്ടത്. അപ്പോൾ ഈ കുലവധുക്കൾ ഈ പരമാത്മാവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ ഭഗവത് കഥകളെ മനസ്സിലാക്കി കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ പണ്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങിയൊന്നും നടക്കേണ്ട അല്ലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അന്ന് ഇതെല്ലാം നടക്കുമായിരുന്നു. ഇന്ന് ഇതെല്ലാം മാറി. അതാണ് കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ കുലവധൂ ധർമ്മം ഋഷിമാർ കേൾക്കണം. ഇപ്പോൾ ജാരനായിട്ടല്ലേ ഭഗവാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ഗോപസ്ത്രീകൾ എല്ലാവരും ജാരൻ്റെ അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആകരുത്. അപ്പോൾ പിന്നെ കൃഷ്ണൻ ചെയ്യുന്നതോ എന്ന് ചോദിക്കും. അപ്പോൾ കൃഷ്ണനെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല.
മഹാത്മാക്കളെ ഇത് ബാധിക്കില്ല. ഈ കർത്തൃത്വ ഭോക്തൃത്വ ബോധമുള്ളവർക്കാണ് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്. ഞാൻ ചെയ്യുന്നു, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ബോധം ആർക്കുണ്ടോ അവരെ കർമ്മഫലം ബാധിക്കുന്നു. ഭഗവാനെ സംബന്ധിച്ച് അതില്ല. ഈ പരാശര മഹർഷിയെ സംബന്ധിച്ചതില്ല, വേദവ്യാസനെക്കുറിച്ച് അതില്ല. അവർക്കൊന്നും ഇത് സംബന്ധിക്കുന്നില്ല. അവർക്കൊന്നും ഇത് ബാധകമല്ല. അവരൊക്കെ നിർഗുണന്മാരാണ്, നിഷ്കളങ്കന്മാരാണ്. അപ്പോൾ ഒരു ഗൃഹം നന്നായി നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ കുലവധു ഉണ്ടായിരിക്കണം. എന്നാലേ ആ കുടുംബം നന്നാവൂ എന്നുള്ളതായ വിവരം മുനിമാരെ അറിയിക്കാൻ വേണ്ടിയാണ് മുനിനിവഹം ശ്രാവയിതും ജഗിധ കുലവധൂധർമ്മം എന്ന് വിചാരിച്ച് സ്ത്രീക്ക് സ്ഥാനം കുറവാണ് എന്നല്ല, അവർ താഴ്ത്തപ്പെട്ടവരും പറയുന്നില്ല. അപ്പോൾ സ്ത്രീക്ക് നല്ല സ്ഥാനം തന്നെയാണ് പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനം, ആ ശ്രേഷ്ഠമായ സ്ഥാനത്തെക്കുറിച്ച് വനസ്മൃതിയിൽ പറയുന്നുണ്ട്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഃ എത്ര യൈതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്രാഫലാഃ ക്രിയാഃ. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഃ എത്ര യൈതാസ്തു ന പൂജ്യന്തേ സർവാസ്തത്രാഫലാഃ ക്രിയാഃ. എന്ന് വെച്ചാൽ എവിടെ നാരിമാർ ബഹുമാനിക്കപ്പെടുന്നുവോ അവിടെ എല്ലാ ദേവന്മാരും രമിക്കുന്നു. എവിടെ നാരിമാർ ബഹുമാനിക്കപ്പെടുന്നില്ലയോ അവിടെ എല്ലാ ക്രിയകളും നിഷ്ഫലമാകുന്നു. പതിവ്രതാധർമ്മം പറഞ്ഞപ്പം ഇതുകൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. എന്നാൽ ഭഗവാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന എന്താണ്? ഇവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. തേ വചനം ധർമ്മ്യം, അങ്ങയുടെ വാക്കുകൾ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്, തീർച്ചയാണ്. എന്നാലോ കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസ്യം, ആ നിർമ്മലനായ അങ്ങയുടെ കർമ്മം വിശ്വസിക്കാൻ പറ്റില്ല. ഭഗവാന് യാതൊരു മാലിന്യവും ഇല്ല. കർത്തൃത്വ ഭോക്തൃത്വം, കാമക്രോധാദികൾ, രാഗദ്വേഷാദികൾ ഇതെല്ലാം മാലിന്യമാണ്. അപ്പോൾ ഭഗവാനോ നിർമ്മലനാണ്. അപ്പോൾ ചിലപ്പോൾ ശരിയായ പ്രവൃത്തികൾ ഭഗവാൻ പ്രവർത്തിക്കും, ചിലപ്പോൾ തെറ്റി പ്രവർത്തിക്കും. അപ്പോൾ എന്തുകൊണ്ട്? ഭഗവാൻ നിർമ്മലനാണ്. അത് എല്ലാ നിർമ്മലന്മാർക്കും ബാധകമാണ്. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, ആകാശമാർഗത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹർഷിമാരെ കേൾപ്പിക്കുവാനായിട്ട് നിന്തിരുവടി ഗോപസ്ത്രീകളോട് കുലസ്ത്രീകളുടെ ധർമ്മത്തെക്കുറിച്ച് ഉപദേശിച്ചു. നിർഗുണനായ ഈശ്വരനായിരിക്കുന്ന അങ്ങയുടെ വചനം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തത് തന്നെയാണ്, സംശയമില്ല. അപ്പം അങ്ങയുടെ പ്രവൃത്തികളാകട്ടെ ചില ദിക്കിൽ അധർമ്മമായിട്ടുമുണ്ട്. അതിനാൽ നിന്തിരുവടി പ്രവർത്തിച്ചു എന്ന് വിചാരിച്ച് ആരും അതുപോലെ പ്രവർത്തിച്ചുകൂടാ. അങ്ങ് നിർഗുണനായിരിക്കുന്നതിനാൽ അങ്ങേക്ക് യാതൊരു കർമാധികാരങ്ങളും ഇല്ല. എന്നുവെച്ചാൽ ആ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ഇഷ്ടാനുസരണം നശിപ്പിക്കുകയും ചെയ്യുന്ന നിന്തിരുവടിക്ക് എന്ത് പുണ്യപാപങ്ങളാണുള്ളത്? ഗഗനഗതം മുനിനിവഹം ശ്രാവയിതും ജഗിധ കുലവധൂധർമ്മം ധർമ്മ്യം ഖലു ദേവചനം കർമ്മതു നോ നിർമ്മലസ്യ വിശ്വാസ്യം.